ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് സേമിയ ഉപ്മാവ് ഉണ്ടാക്കിയാലോ. നമുക്ക് തലേദിവസം തന്നെ അതിനുള്ള കടല കുതിർത്താൻ വെക്കണം കേട്ടോ. പിറ്റേ ദിവസം നമുക്ക് രാവിലെ അത് കുക്കറിലേക്ക് ഇട്ടിട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നമുക്കത് വേവിച്ചെടുക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഈ സേമിയ ഉപ്മാവ് ടേസ്റ്റുള്ളൊരു ഉപ്മാവാണ്. അപ്പോൾ ട്രൈ ചെയ്യണം എല്ലാവരും. എൻ്റെ കമൻറ്റ് ബോക്സിൽ എല്ലാവരും അഭിപ്രായം അറിയിക്കണം കേട്ടോ. നമുക്കിത് വേകുന്ന സമയത്ത് നമുക്ക് വേറെ ചട്ടിയിൽ സേമിയ നമുക്ക് എടുത്ത് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. അത് അടി പിടിക്കാണ്ട് നോക്കണം കേട്ടോ. വറക്കണത് പെട്ടെന്ന് തന്നെ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് നല്ല വറുത്തെടുക്കുക. പിന്നെ ചട്ടിയിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കതിലേക്ക് വലിയ ഉള്ളി അരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം വഴറ്റിയെടുക്കണം കേട്ടോ. അത് കുറച്ച് കരിഞ്ഞ് പോയി എൻ്റെത്. ഇങ്ങനെ കരിയാണ്ട് നോക്കണം കേട്ടോ എല്ലാവരും. നമുക്ക് ആ സമയത്ത് ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ആവശ്യമുണ്ട് കേട്ടോ. 2 ഉരുളക്കിഴങ്ങ് ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നല്ലോണം നമുക്ക് ഇളക്കി കൊടുത്തിട്ടേ ഇരിക്കണം, അടി പിടിക്കണ്ട. നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ഇതുപോലെ പകുതി വെന്തതിന് ശേഷം നമുക്ക് അതിലേക്ക് തക്കാളി മെയിനായിട്ട് വേണം. നമുക്കത് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. 2 തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് 2 നമുക്ക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അത് നല്ല വെന്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ആക്കിയത് അത് ഇട്ട് കൊടുക്കാം കേട്ടോ. പച്ചമണം മാറുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും മുളക് പൊടിയും നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. നമുക്കിത് 3 ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മല്ലിയിലൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കുക കേട്ടോ. പച്ചമണമൊക്കെ മാറുന്ന വരെ ഇളക്കി കൊടുക്കാം. പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച കടല ഇല്ല, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. വെള്ളം ഉണ്ടെങ്കിൽ വെള്ളത്തോട് കൂടെ തന്നെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. കടല ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് പിന്നെ കുറച്ചും കൂടി വെള്ളം ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് പാകത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ലൈക്ക് ചെയ്യണം എല്ലാവരും കേട്ടോ. വീഡിയോ കാണുന്നവർക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും ചെയ്യണം കേട്ടോ. സപ്പോർട്ട് ആക്കുകൊണ്ട് എല്ലാവരും. നമ്മൾ കുറച്ചും കൂടി വെള്ളം വീത്തിയിട്ടുണ്ട് ഞാൻ. ഇനി കുറച്ച് ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. നമുക്ക് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി സേമിയ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിലേക്ക് നമുക്ക് കുറേശ്ശെ ആയിട്ട് സേമിയ നമുക്ക് ഇട്ട് കൊടുക്കണം. നമുക്ക് മെല്ലെ ഇളക്കി കൊടുക്കാം. വെള്ളം വറ്റുന്നവരെ ഇളക്കി കൊടുക്കണം. അത് വെള്ളമൊക്കെ നമ്മൾ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് കറക്റ്റായിട്ടുണ്ട്. നമുക്ക് വേറെ പ്ലേറ്റിലേക്ക് സപ്ലൈ ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റിയുള്ള സേമിയ ഉപ്മാവാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ താങ്ക് യു.